ഇനി ഇത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും 2 ഇൻഡിവിജ്വലാണ്. പാർട്ട്ണറാണെങ്കിൽ കൂടെ എല്ലാ മേജർ ഡിസിഷൻസും ഒരുമിച്ച് എടുക്കേണ്ടവരാണെങ്കിൽ കൂടെ, ഇൻറ്റിമസി ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ട ആൾക്കാരാണെങ്കിൽ കൂടെ, എവിടെയാണ് ഈ ബൗണ്ടറീസ് വേണ്ടത്? അത് ഒരു റിലേഷൻഷിപ്പിൽ 2 പേര് മാത്രം ഡിസൈഡ് ചെയ്യുന്നതാണ്. അതായത് എൻ്റെ ബൗണ്ടറി ഇതാണ് എന്നുള്ളത്. അതോ നമുക്കൊരു സെർട്ടൻ ബൗണ്ടറി വേണം എന്ന് തന്നെയാണോ പറയണത്? അല്ല, ഇൻറ്റിമസി എന്നുള്ളതിൽ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് എനിക്കൊന്നുകൂടെ. അതായത് ഇപ്പം ഞാൻ പറയണത്, ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ പാർട്ട്ണർ അറിയണം എന്നുണ്ടോ? എൻ്റെ പാർട്ട്ണറുടെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയണം എന്നുണ്ടോ? എൻ്റെ പാർട്ട്ണറുടെ ഫോൺ എപ്പോൾ വേണമെങ്കിലും നോക്കാൻ എനിക്ക് പറ്റുമോ? അതോ അവിടെ സെർട്ടൻ ബൗണ്ടറീസ് വേണം എന്നാണോ പറയുന്നത്? ഇപ്പം ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ ഫോണിൻ്റെ കാര്യം പറയാം. എനിക്ക് എൻ്റെ പാർട്ട്ണറിന് ഫുൾ അത്രയും ട്രസ്റ്റ് ഉണ്ട്. എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഞാൻ മിണ്ടുന്ന ആളുകളോ ഞാൻ കാണുന്ന ആളുകളോ എൻ്റെ അടുത്ത് നടക്കുന്ന കോൺവെർസേഷൻ ഞാനത് എൻജോയ് ചെയ്ത് എൻ്റെ ഒരു കമ്പാനിയൻ്റെ അടുത്ത് പറയുന്ന പോലെ പറയുന്ന ഒരാളാണെങ്കിൽ, എൻ്റെ ലൈഫിൽ എല്ലാം അറിയാമെങ്കിൽ അതിൽ കൂടുതലൊന്നും എൻ്റെ ഫോണിൽ ഉണ്ടാവാനില്ല. അപ്പോൾ അതിൻ്റെ പാസ്വേഡും പ്രൈവസിയും എൻ്റെ പ്രൈവസിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ മാത്രം അതിനകത്ത് എന്താ ഉള്ളത്? അങ്ങനൊരു സാധനം ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഞാൻ പറയണതിൽ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചാറ്റ് ചെയ്യുന്നിടത്ത് നോക്കുന്ന രൂപത്തിലായിരിക്കും ഞാൻ നിൻ്റെ നോക്കുമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മളുടെ പാസ്വേഡും ഫോണും കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി. ഓർഗാനിക്കലി നമുക്ക് സേഫായിട്ടും കണക്റ്റഡ് ആയിട്ടും ആ സേഫ്റ്റി ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഈ പാസ്വേഡ് ഷെയറിങ് എന്നൊക്കെ പറയുന്നത് നോർമലി അതിൻ്റെ കൂട്ടത്തിൽ നടന്നു പോകും. അപ്പോൾ നമ്മളുടെ ട്രാൻസാക്ഷൻ നമ്മുടെ ഫോൺ എടുത്തിട്ട് മറ്റൊരാൾക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കും, നമ്മളത് കൊടുത്തു പോവും. ഇപ്പോൾ കോൾ വരികയാണെങ്കിൽ അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, ആരെ വിളിച്ചത് നോക്ക് നമ്മൾ പറയും. ഫോൺ എടുത്തിട്ട് മറ്റേ ആളെ വിളിച്ച് താ എന്ന് നമ്മൾ പറയും, അല്ലേ? ഞാൻ ഇപ്പോൾ എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ വിട്ടുപോയിരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് നോക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് മിസ്സാവുന്നുണ്ടോ എന്ന് പറയാനുള്ള സ്പേസുള്ള റിലേഷൻസ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്സ് എത്ര സെക്യൂർ ആണ്, എത്ര സ്ട്രോങ് ആണ്, എത്ര ക്ലോസ് ആണെന്നുള്ള ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എൻ്റെ പ്രൈവസി എവിടെ എന്നുള്ളത് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്ക് സേഫായിട്ട് ഫീൽ ചെയ്തില്ല ആ റിലേഷൻഷിപ്പിൽ എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. ഓക്കെ, ഇനി ബൗണ്ടറീസിൻ്റെ കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് പാറ്റേൺസോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന രൂപത്തിൽ ബിഹേവ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളടുത്ത് ഇമ്പോസ് ചെയ്യുക, അങ്ങനെയൊക്കെ വരുന്ന സ്ഥലത്ത് മാത്രമേ ഈ ബൗണ്ടറീനെ പറ്റിയൊക്കെ നമ്മൾ വെർബലി ഒക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ വരുള്ളൂ. അല്ലാത്തടത്തൊന്നും ബൗണ്ടറീസ് അത് കണ്ടറിഞ്ഞ് നമ്മൾ റെസ്പെക്റ്റ്ഫുള്ളി ചെയ്യും. മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ട് 2 ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിലെന്നുണ്ടെങ്കിൽ, കമ്പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, എംപതി ഉണ്ടെങ്കിൽ, ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ വെരി എഫേർട്ട്ലെസ് ആണ്. എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ, അങ്ങ് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദെറിസ്. അതെ, അത് നിങ്ങളെന്തോ സ്കില്ല് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുറവ് എന്നുള്ളതിനെ നിങ്ങളെപ്പോഴും ഒരു സ്കിൽ ബിൽഡിങ് ഏരിയ ആയിട്ടേ കാണണ്ടുള്ളൂ. അയ്യോ ഇയാൾക്ക് എന്തോ കുറവുണ്ട്, ഒഴിവാക്കാം, അങ്ങനെ ആവരുത്. അപ്പം ചില കേസസിൽ നമുക്ക് ഹോപ്പ് ഇല്ലാത്ത രൂപത്തിൽ ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലത്തെ ചില പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബോഡിക്ക് നമുക്കും അത് ഒട്ടും നല്ലതല്ല. അവരെ കൊണ്ടു നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ചെയ്യുന്നൊരു ദ്രോഹമാണ്. പക്ഷെ അതർവൈസ് ഇതൊക്കെ നമുക്ക് ലേൺ ചെയ്തെടുക്കാനും ഒരുമിച്ച് പഠിച്ച് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്കിൽ ഡെഫിസിറ്റ് ആണ്.